ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജനുവരി മാസഫലമാണ്. അപ്പൊ നമ്മൾ കർക്കിടക രാശിക്കാരുടെ വരെ പറഞ്ഞു അല്ലെ. നമുക്ക് ചിങ്ങ രാശിക്കാർക്ക് എങ്ങനെയുണ്ട് ഈ ജനുവരി 2026 നോക്കാം. നമ്മൾ പുതിയ വർഷത്തിലേക്ക് അടുക്കാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ ആഗ്രഹങ്ങളും പുതിയ കുറെ സ്വപ്നങ്ങളും ഒക്കെ ഡ്രീംസും വിഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത് പറഞ്ഞ് പുതിയ പുതിയ ഒത്തിരി ആഗ്രഹങ്ങൾ, ഒത്തിരി നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാകണ്ട. നമുക്ക് ചിന്തിക്കാനും നമുക്ക് സ്വപ്നം കാണാനൊന്നും യാതൊരു ലിമിറ്റും ഇല്ല. നമുക്ക് ഇഷ്ടംപോലെ കാണാം. എന്നാലും നമ്മൾ ചിന്തിക്കുന്നതും വിഷൻ ചെയ്യുന്നതൊക്കെ 2025 പോലെ നമ്മൾ ചെയ്യാതിരിക്കില്ല. ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ഒരു ഭൂരിപക്ഷം ആളുകളും ചെയ്യാത്തവരായിരിക്കും. നമ്മൾ ചെയ്തു വെച്ച വിഷൻസ്, നമ്മൾ ചെയ്തു വെച്ച എന്താണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് അല്ലേ. എന്നാൽ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ജനുവരി മാസം എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ എൻ്റയർ ഇയർ 2026 മുഴുവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ അനുകൂലമായ ഒരു മാസമായിരിക്കും. സോ ഈ മാസത്തെ കൃത്യമായ വേണ്ട വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. അതിന് കൃത്യമായ പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്യുക. നമുക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്, ഇന്ന ഗോൾസ് ഉണ്ട്, അല്ലെ ഇന്ന ഡ്രീംസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വെക്കാതെ അത് എങ്ങനെ എത്തണം, അതിനെങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ, കൃത്യമായ സ്ട്രക്ചറായിട്ടുള്ള നമുക്കിത് നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് പേപ്പറിൽ എഴുതി വെക്കുക. എല്ലാം മൈൻഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ അത് മറന്നു പോയാലോ അല്ലേ. അപ്പൊ അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനു വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യാഴം നമുക്ക് എന്ത് ചെയ്യണ്ട, ദൃഷ്ടി ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ 5ാം ഭാവത്തിലേക്ക്. നമ്മുടെ 5ലാണ് സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും നിൽക്കുക എന്ന് പറയുന്നത് അല്ലേ. 5ാം ഭാവത്തിലേക്ക് എന്ത് ചെയ്യണ്ട, വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. സോ ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു വർഷത്തെ മൊത്തം നന്നായി പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാവുന്ന ടൈമാണ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇത് 6ലേക്ക് 5ാം ഭാവത്തിൽ നിന്നും നമ്മുടെ 6ാം ഭാവത്തിലേക്കാണ് ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറുന്നത് പറയുന്നത്. സോ 6ലേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് 6ല് എന്താണ്, ആദിത്യന് ബുധന് ശുക്രന് ചൊവ്വ 4 പേര്. 7ാം ഭാവത്തില് രാഹു, 8ല് ശനി, അഷ്ടമ ശനി അല്ലേ. അപ്പൊ 6, 7, 8 ഫില്ലായി ആ ഒരു കോമ്പിനേഷനിലായിരിക്കും, ആ രീതിയിലായിരിക്കും നമ്മുടെ പാൻട്രി പൊസിഷൻസ് വരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 11ലാണ് നമ്മുടെ എന്താണ് വ്യാഴം വരിക എന്ന് പറയുന്നത്. 11 വ്യാഴം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അവിടെ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു മാസം നിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറച്ചുകൂടി അനുകൂലമാക്കി എടുക്കാൻ നമുക്ക്. ഓക്കെ, ജനുവരി ഫസ്റ്റ് ഹാഫ് കുറച്ചൊക്കെ നമുക്ക് എന്താണ് അനുകൂലമാക്കി എടുക്കാനും നമുക്ക് ഒരു നല്ല രീതിയിൽ പോകുന്നതൊക്കെ. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, നോർമലി നിങ്ങൾ ഈ ജനുവരി മാസം ജോലി സംബന്ധമായിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യേണ്ട ടൈമുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് തോന്നുന്നുണ്ടോ, ഞാൻ ഇത് ഇട്ടിട്ട് പോയാലോ, അല്ലെങ്കിൽ ഞാൻ ഇത് റിസൈൻ ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ ഇത് ഗീവ് അപ്പ് ചെയ്താലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് അത്രയും പറ്റൂല, നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങൾ എന്താണ് ഫുള്ളി ടയർഡായി, ഫുള്ളി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതുമായിട്ട് ഇനി മുന്നോട്ട് എല്ലാം തോന്നിയാൽ മാത്രം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. നമ്മൾ ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജാഗ്രതയോടും ശ്രദ്ധയോടും പോകേണ്ട സമയമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ നല്ല ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ഇപ്പൊ പങ്കാളിത്ത ബിസിനസ് സംഘം എല്ലാവരെയും ശ്രദ്ധിക്കുക. ഇനി അതല്ലാതെ പങ്കാളിത്ത സോളോ പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ എന്താണ് എംപ്ലോയീസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ടേക്ക് കെയർ ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ എല്ലാ രീതിയിലും നമുക്ക് എത്താൻ പറ്റുന്നതിൽ അതിന് നമ്മുടെ കണ്ണുകൾ എത്തുന്ന രീതിയിൽ എല്ലായിടത്തും സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് കൃത്യമായിട്ട് ഈ മാസം നല്ല ഇത് ടേക്ക് കെയർ ചെയ്ത് നല്ല ശ്രദ്ധയോടെ ജാഗ്രതയോടെ, എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും അത്ര നന്നായി ചെയ്യാൻ പറ്റുന്ന മാസമല്ല എന്ന് പറയുന്നത്. നമുക്ക് തോന്നും നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ റെസ്റ്റ് ആവശ്യമാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. റെസ്റ്റ് വേണ്ടുമ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റൂലെങ്കിൽ മാത്രം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ അത് ഗീവ് അപ്പ് ചെയ്തേക്കാം, അല്ലാതെ ഇതിനെ റിസൈൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ജോലി രാജിവെച്ചേക്കാം എന്നൊക്കെ ഒരു ശ്രദ്ധയിലേക്ക് പോകാൻ അത്ര പറ്റില്ലെങ്കിൽ മാത്രം ചെയ്യാം.
ഫാമിലി റിലേറ്റഡുള്ള കാര്യം നോക്കുമ്പോൾ വിവാഹ കാര്യങ്ങൾ, പ്രണയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത്ര നല്ല ടൈമല്ല എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിലായാലും നിങ്ങൾക്ക് പരസ്പരം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. 7 രാഹു 8 ശനി. നമുക്ക് ഒരു കാര്യത്തിനും ഭയങ്കരമായിട്ട് ഓവർ ആവാതിരിക്കുക, ഓവർ സീരിയസ് ആയിട്ട് ഒന്നും എടുക്കാതിരിക്കുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത 1 2 ചൊല്ലിയുള്ള ചെറിയ വഴക്കുകളൊക്കെ മാക്സിമം ഒഴിവാക്കി വിടുക. ആരെങ്കിലും ഒരാൾ വേണ്ട എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വലിയ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നും സ്വയം മനസ്സിൽ ചിന്തിച്ചൊന്നും പിന്മാറാൻ നോക്കുക. ഓക്കെ, അല്ലാതെ അങ്ങോട്ടൊന്ന് എറിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടൊന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കൂടുതൽ പ്രശ്നത്തിലേക്ക് മാറും. സോ അതൊന്ന് ആരെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു നോക്കുമ്പോൾ 11-ലെ വ്യാഴം നിൽക്കുന്ന സമയമാണ്. സോ നമ്മൾ പറഞ്ഞാൽ അതിന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്ക് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിലേക്ക് ഒരു വരി നമുക്ക് കാണിച്ചു തരും വ്യാഴം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇത്രയൊക്കെ പ്രശ്നത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് പോരാനുള്ള ഒരു വരി നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ ഈ ജനുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ നല്ല മാസമാണ്. നല്ല രീതിയിൽ അധ്വാനം ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. പഠന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് പഠിക്കുക. ഹാർഡ് വർക്ക് നമുക്ക് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വെരി ഹാർഡ് വർക്ക് യൂസ് ചെയ്യുക. അല്ലാതെ അവിടെ നിങ്ങൾ വെരി സിമ്പിൾ ടെക്നിക്സോ അല്ലെങ്കിൽ ഭയങ്കര സ്മാർട്ട് സ്റ്റഡിയാണ് പറഞ്ഞ മെത്തേഡുകളോ ഇന്ന പോഷൻ വരില്ല ഇന്ന പോഷൻ വരും എന്നൊക്കെ നിങ്ങളുടെ ഒരു ചിന്തയിൽ നമ്മുടെ ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അവർക്കറിയാം എവിടെ നിന്ന് എക്സാം വരും, എക്സാം പാറ്റേൺ. അല്ലാതെ നമുക്ക് സ്വയം തോന്നും ഇന്ന ഏരിയ ഞാൻ പഠിക്കുന്ന ഏരിയ എന്ന് ചോദ്യം വരണം, ഇന്ന ഏരിയ എന്ന് വരില്ല, അല്ലെങ്കിൽ പുസ്തകം തുറക്കുമ്പോൾ ഇന്ന ചോദ്യം വരും എന്നാണ് ആ രീതി പഠിക്കും. അതല്ലാതെ ഫുൾ സിലബസ് തന്നെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ല ടേക്ക് കെയർ ചെയ്യുന്ന ടൈം തന്നെയാണ് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എസ്പെഷ്യൽ ഡ്രൈവിങ്, യാത്ര കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യാം. ഒരു 55-60 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒത്തിരി പ്ലാൻസ് ഉണ്ടാവും, കുറേ ഐഡിയാസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും പറയുകയാണെങ്കിൽ ഈ ടൈമിൽ അതൊക്കെ നമ്മളൊന്ന് കൈവെക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് ഈ ടൈം എന്ന് പറയുന്നത് സമാധാനവും നല്ല ആരോഗ്യവുമാണ്. സോ ഈ 2 കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, എന്താണ് സമാധാനവും ആരോഗ്യം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സോ ഇതിന് രണ്ടിനും എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഓവറോൾ ചിങ്ങരാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത്. നമുക്കൊരു സമ്മിശ്ര ഫലമായിട്ട് വേണമെങ്കിൽ എടുക്കാം ഈ മാസത്തെ എന്ന് പറയുന്നത്. സോ ഇന്നോടത്ത് ഭയങ്കര ടയേർഡ് ആവാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാനോ ഒന്നല്ല ഞാൻ പറയണ്ട. നമ്മൾ പെഡിഷൻസ് അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ അതേ ഒന്നും നമ്മൾ എന്താണ് ഫുൾ കണ്ണു അടിച്ചെടുക്കാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ പൊതുഫലമാണ് അല്ലെ, കോമണിലുള്ള പെഡിഷൻസ് ആണ്. ഇതിൽ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മുടെ ജാതകം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ ജാതകം വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു കണക്ഷൻ പവറായിട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് പൊതുഫലത്തെ തന്നെ കുറച്ചുകൂടി അക്യുറേറ്റ് ആക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് പറയുമോ? നിങ്ങളിപ്പോൾ കാണുന്നത് ചന്ദ്രാൾ, അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചുള്ള ഫലമായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ലഗ്നം വെച്ചും കൂടി ഒന്ന് കാണുക. ഓക്കെ, ഇതേ രാശി വീഡിയോസ് തന്നെ നമ്മുടെ ചാനലിൽ ഇവിടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇപ്പം നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പറയുന്നത് ചിങ്ങരാശിക്കാരാണ്. സോ കർക്കിടകം വരെയുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആണ്. ചിങ്ങം കഴിയുമ്പോൾ തന്നെ അടുത്ത ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള രാശിയുടെ വരും. ആ രാശിയുടെ പേരിൽ തന്നെ, അതായത് മേടലഗ്നം, ഇടവലഗ്നം, മിഥുനലഗ്നം, കർക്കിടക ലഗ്നം, ചിങ്ങലഗ്നം, അത് ലഗ്നം എന്ന് ഹെഡിങ്ങിലാണ് മാത്രമേ ഉള്ളൂ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതിനോട് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് 2 വീഡിയോ കാണാം. നിങ്ങളിപ്പോൾ ഒരു നക്ഷത്രവും ആ നക്ഷത്രത്തിലല്ല നിങ്ങളുടെ ലഗ്നവുമെങ്കിൽ, അതായത് നിങ്ങൾ ജനിച്ച രാശി എന്ന് പറയുന്നത് മേടവും നിങ്ങളുടെ ലഗ്നം എന്ന് പറയുന്നത് ഇടവുമാണെങ്കിൽ എന്ത് മേടത്തിന്റെ ഇടവത്തിന്റെ ഫലം ഒന്ന് എടുത്ത് കാണുക. നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആവും. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാകും. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒന്നിലധികം ആളുകളെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ അവരുടെയും കൂടി ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതിൽ ഏറ്റവും അക്യുറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ജാതകം റെഡി ചെയ്യുന്ന ജാതകം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ അക്യുറേറ്റ് ഉള്ള കാര്യങ്ങൾക്ക് വരുന്നത് എന്ന് പറയുന്നത്. നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇത്രയൊക്കെയാണ്. അപ്പൊ അവിടെ ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. നമ്മളാൽ പറ്റുന്ന മുമ്പുള്ള ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മൾ വെറും കൈ കൊണ്ട് ചെയ്യാതെ നമ്മളാൽ പറ്റുന്ന എന്താണ് യഥാശക്തി ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുക. അത് ഇന്ന വഴിപാട് ചെയ്യണമെന്ന് പറയാം. സ്ഥിരം ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ
ചില വലിയ തുകയുടെ വഴിപാടുകൾ ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് ഉദാഹരണത്തിന് പറയാമെങ്കിൽ ഒരു പാക്കറ്റ് എന്ത് ചെയ്യാം, ചന്ദനത്തിരിയെങ്കിലും കത്തിക്കാം. ഇപ്പൊ പള്ളിയിൽ പോകുന്നവർക്ക് ഒരു പാക്കറ്റ് എന്താണ് മെഴുകുതിരി കത്തിക്കാം. ഇനി അതുപോലെ എന്താണ് പള്ളിയിൽ പോകുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്ഷേത്രം, നമ്മുടെ വിശ്വാസം എന്താണോ അതനുസരിച്ച്, അല്ലാതെ ഇന്ന ക്ഷേത്രത്തിൽ തന്നെ പോകണം അല്ലെ ഇന്നടത്ത് തന്നെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്താണോ, കാരണം ജ്യോതിഷം കാണുന്ന പറയുന്ന ഒരു ആളുകൾ മാത്രമായിരിക്കില്ല, ജ്യോതിഷത്തിനോട് വിശ്വാസമുള്ള കുറേ ആളുകൾ ഉണ്ടാവും അല്ലെ. അവർക്കെല്ലാം ആ ഒരു എത്ര നാൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഇത്ര നാൾ നമ്മൾ ആചരിച്ചു വന്നൊരു ആചരണമുണ്ട് അല്ലെ, ഇത്ര നാൾ നമ്മൾ ജീവിച്ചു വന്നൊരു രീതിയുണ്ട്. അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ രീതിയിലോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ജനിച്ച ആ ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ ആ ജനിച്ചു വളർന്ന് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ ആരാധിക്കുന്ന ആ ഈശ്വര ശക്തി എന്ത് തന്നെയായാലും നമുക്കെല്ലാം എന്താണ് ഒരു ശക്തി തന്നെയാണ്, എല്ലാം ഒന്നിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് പറയുന്നത്. സോ ആ ഒരു ശക്തിയിലേക്ക് തന്നെയാണ് നമ്മൾ എല്ലാവരും എത്തുന്നത് പറയുന്നത്. സോ നമ്മുടെ വിശ്വാസ പ്രകാരം നമുക്ക് അവിടെ എന്താണ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാം, പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ഇനി അതിലൊരു പായസം കഴിപ്പിക്കാനാ തോന്നുമെങ്കിൽ പായസം കഴിപ്പിക്കാം. ക്ഷേത്രത്തിൽ വെറും കൈ കൊണ്ട് ചെല്ലില്ല, നമ്മളെ പറ്റുന്ന എന്തെങ്കിലും ഒരു വഴിപാട് നമ്മൾ കഴിപ്പിക്കാം. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എന്താണ് എടുക്കുന്നത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, വെട്ടുകളയാം കേട്ടോ, പ്രശ്നമില്ല. ഇതിനു വേണ്ടി അല്ല, ഇന്ന രാശിക്ക് വേണ്ടിയല്ല, ഞാൻ എല്ലാ രാശിയിലും ഈ ഒരു പൊതു വഴിപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചിഹ്നത്തിലും ഉൾപ്പെടുത്തിയിരുന്നു. കാരണം കോമൺ ആയിട്ടൊരു വഴിപാട് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നത്തിന് ശരിക്കും ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ, ഇപ്പം നമുക്കൊരു എന്താണ് ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ മരുന്ന് കൃത്യമായ ടൈമിങ്, ഓരോ രോഗത്തിന് അനുസരിച്ച് അതിന് ടൈമിംഗ് ഉണ്ട്. ചില മരുന്നുകൾ അത് ആ ഡോസ് കഴിക്കേണ്ടാവും, ചിലപ്പോൾ അതിന് ഡോസ് കൂടി കഴിക്കേണ്ടതുണ്ടാവും. സോ അതിന് എന്താണ് ഒരു കണക്കുണ്ട് അല്ലേ. ഇപ്പം ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അക്യുപഞ്ചറിലായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലവർക്ക് എന്താണ് ഒരാഴ്ച വന്ന് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, ചിലവർക്ക് ഒരു മാസം വേണ്ടി ചെയ്യേണ്ടി വരും, ചിലർക്ക് എന്താണ് ഒരു വർഷം വേണ്ടി വരും, ചിലവർക്ക് എന്താണ് കൂടുതൽ വർഷങ്ങൾ ആവശ്യമായിട്ട് സിറ്റിങ്സ് ആവശ്യമായിട്ട് വേണ്ടവരുണ്ടാവും. സോ അത് ഡിപ്പെൻഡ് ആണ്. സോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസമാണ്. സോ കോമൺ ആയിട്ടൊരു വഴിപാടിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സ് സന്തോഷം സമാധാനം നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും എന്നല്ലാതെ അവിടെ കൃത്യമായിട്ട് നമ്മുടെ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പോപരത്തിന് തന്നെയാണ് ആ സൊല്യൂഷൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കാതെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പം നമുക്ക് കോമൺലി നമുക്ക് പറയാവുന്നതാണ്, നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി അതല്ല ക്ഷേത്രത്തിൽ മാത്രം നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ നമുക്ക് ദർശനം നടത്താം. നമ്മളാൽ പറ്റുന്ന ഒരു വഴിപാടും കഴിപ്പിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതുവർഷത്തിലേക്ക് കഴിക്കണം. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് സഞ്ചാരം നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.